വെങ്കല ശില്പികളുടെ നാട്ടിൽ നിന്നും പടക്കത്തിയമ്മക്ക് തിരുവായുധങ്ങളെത്തി. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വെങ്കല ശില്പികളാൽ പെരുമയാർന്ന നാടായ കുഞ്ഞുമംഗലത്ത് നിന്നും രാമവില്യം കഴകത്തിൽ നാളെ തിരുവരങ്ങിലെത്തുന്ന പടക്കത്തി അമ്മക്കുള്ള തിരുവായുധങ്ങൾ എത്തിച്ചേർന്നു. വെങ്കല ശില്പികളുടെ ആരാധനാ കേന്ദ്രമായ മൂശാരിക്കൊവ്വലിലെ വടക്കൻകൊവ്വൽ ദേവസ്ഥാനത്ത് നിന്നുമാണ് അർദ്ധനാരീശ്വര രൂപം ധരിച്ച് അസുരനിഗ്രഹം നടത്താൻ പടക്ക് പുറപ്പെട്ട ദേവിക്കുള്ള 18 ആയുധങ്ങളുമായി ഇവർ ഭക്ത്യാദരപൂർവ്വം എത്തിച്ചേർന്നത്. കഴകം ക്ഷേത്രേശന്മാരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സംഘം അമ്പ്, വില്ല്, വാൾ, പരിച, ശൂലം, കുന്തം, മുറം, പാശം, ഒണ്ട, കത്തി, തോക്ക്, തുമ്പിക്കരം തുടങ്ങിയ 18ഓളം പുത്തൻ തിരുവായുധങ്ങൾ തിരുനടയിൽ സമർപ്പിച്ചു. ശ്രീ രാമവില്യം കഴകത്തിനും വടക്കൻകൊവ്വൽ ദേവസ്ഥാനത്തിനും അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇവിടെ നിന്നുമാണ് ആചാരക്കാരുടെ വെള്ളോലക്കുട ആധാരമായി പടക്കത്തി ഭഗവതിയമ്മ വടക്കൻകൊവ്വൽ ദേവസ്ഥാനത്തേക്ക് എഴുന്നള്ളിയത് എന്നാണ് വിശ്വാസം. വടക്കൻകൊവ്വൽ ഭഗവതി ക്ഷേത്രം പ്രധാന കർമ്മി പടിഞ്ഞാറ്റയിൽ സുരേഷന്റെ നേതൃത്വത്തിലാണ് സമുദായികൾ, കൂട്ടായിക്കാർ, മറ്റു ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സംഘം ദേവിക്കുള്ള തിരുവായുധങ്ങളുമായി തലേ ദിവസം തന്നെ എത്തിച്ചേർന്നത്. വടക്കൻകൊവ്വൽ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികളാണ്, ആചാരക്കാരും മറ്റ് പ്രതിനിധികളുമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഭഗവതിക്കുള്ള 18 തിരുവായുധവുമായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വടക്കൻകൊവ്വൽ ക്ഷേത്രം ശ്രീരാമവില്യം കഴകത്തോട് ഏറ്റവും അധികം അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ക്ഷേത്രമാണ്. രാമവില്യത്തിലെ ദേവീദേവന്മാരാണ് വടക്കൻകൊവ്വൽ ക്ഷേത്രത്തിലും ഉള്ളതെന്നാണ് നമ്മുടെ സങ്കല്പം. രാമവില്യം കഴകത്തിൽ വേല കാണാൻ പോയ പ്രശസ്ത ശില്പിയോടൊപ്പം ദേവീദേവന്മാരൊക്കെ വടക്കൻകൊവ്വൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. അതുപ്രകാരം എല്ലാ വർഷവും പാട്ടുത്സവത്തിനും അതുപോലെ കളിയാട്ട ദിനങ്ങളിലും നമ്മുടെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് രണ്ട് കഴകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയന്തരാദി കാര്യങ്ങൾ വളരെ ഭംഗിയായി പൂർവ്വകാലം മുതൽ ഇന്നും തുടർന്നു വരുന്നു. അതിൻ്റെ ഭാഗമായാണ് 18 തിരുവായുധങ്ങളുമായിട്ട് ഈ വടക്കൻകൊവ്വൽ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾ ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിയോടെയാണ് ശുഭമുഹൂർത്തത്തിലാണ് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടികൾ ഉയരുക. കളിയാട്ടശേഷം ഈ ആയുധങ്ങളെല്ലാം വടക്കൻകൊവ്വൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. Could this be a moment? Got it! One of the great catches! And the pressure you will never see! My goodness gracious me! എന്റെ മോൻ
മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.